Willy White toothpaste. Marakanda, brush before bed with Willy White toothpaste. ഹായ് എല്ലാരും ഓട്ടിട്ടല്ലോ അല്ലേ? ഓട്ടിട്ടല്ലോ. നിങ്ങളെയൊക്കെ ഓട്ടം ശേഖരിച്ചു വെച്ച് ഞാൻ ഈ സ്ട്രോങ് റൂമിൽ വന്ന് ഇരിക്കുക. ഏപ്രിൽ 9-ാം തീയതി ഇതിനകത്ത് വന്ന് കയറിയതാ. ഇനി മെയ് 4-ാം തീയതി പുറം ലോകം ഒന്ന് കാണാൻ പറ്റുള്ളൂ. എനിക്ക് വലിയ വിഷമമൊന്നുമില്ല. VIP കാറ്റഗറിയാ ഞാനിപ്പോ. ഫ്രണ്ടിൽ തോക്കം പിടിച്ച പോലീസുകാരൻ, പിറകിൽ തോക്കം പിടിച്ച പോലീസുകാരൻ. ഈ ഇലക്ഷന്റെ റിസൾട്ട് ഒന്ന് വന്നു നോക്കണം. ഒരു മനുഷ്യൻ മൈൻഡ് ചെയ്യില്ല. പിന്നെ ഏതെങ്കിലും മൂലയിൽ ജനങ്ങളെ പോലെ എന്നെ കൊണ്ടുവന്ന് അങ്ങ് തള്ളും. ഈ തള്ളിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഈ ഇലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോ ഈ സ്ഥാനാർത്ഥികളുടെ ഒരു തള്ളുണ്ടായിരുന്നു. നിങ്ങൾ കേട്ടില്ലേ? വയനാട് കടൽ കൊണ്ടുവരും, മുല്ലപ്പെരിയാർ ഡാമിൽ വിമാനമിറക്കും, പുന്നമടക്കായലിൽ ഫുട്ബോൾ സ്റ്റേഡിയം പണിയും. സത്യം പറഞ്ഞാൽ ഈ പ്രകടന പത്രികയിലുണ്ടല്ലോ, വാഗ്ദാനങ്ങളല്ല സ്ഥാനാർത്ഥികൾ നൽകുന്നത്, വെറും വാഗ്താളങ്ങളാണ്. ഇവിടെ നടക്കുന്നത് പൊളിറ്റിക്സ് അല്ല, പൊളിട്രിക്സ്. അളിയാ, അളിയാ, എവിടെ? അയ്യോ, അയ്യോടാ അളിയാ 5 വർഷമായി കണ്ടിട്ടല്ലേ അളിയാ? ബീഹാറിൽ വെച്ച്. അതെ, സത്യം പറഞ്ഞ കേരളത്തിൽ വെച്ച് കണ്ടുപിടുന്ന വിചാരിച്ചേ ഇല്ല. ഞാൻ വിചാരിച്ച വല്ല ഒറീസയില മധ്യപ്രദേശിലാവുന്നാണ് വിചാരിച്ചത്. അല്ല, കേരളത്തിലെത്തി. സന്തോഷമുണ്ട്. കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് ഇലക്ഷൻ നിന്നെ കണ്ടില്ലല്ല. നീ ഏത് പഞ്ചായത്തിലായിരുന്നു? പഞ്ചായത്താ? ഞാനൊക്കെ നഗരസഭ. ഓ, അപ്പൊ ഇവന് കുറെ VIP വോട്ട് കിട്ടി. എടാ, വോട്ടിന് അങ്ങനെ VIPയും സാധാരണക്കാരനൊന്നും ഇല്ല. വോട്ട് ആര് കുത്തിയാലും വോട്ടാണ്. അപ്പൊ അതാണ് പറയണത്, സാധാരണക്കാരൻ രാജാവുന്ന ദിവസമാണ് ഇലക്ഷൻ ഡേ അല്ലേ? എടാ, ജനാധിപത്യത്തിന്റെ ഉത്സവമാണ് തെരഞ്ഞെടുപ്പ്. അടിപൊളി. അയ്യോ, തൊടലേ. എന്ത്? അയ്യോ, തൊടലേ. എന്ത് പറ്റിയടാ? ഓരോരുത്തന്മാർ വന്ന് കുത്തി എവിടെ തൊട്ടാലും വേദനയായിട്ടിരിക്കും. തൊടലേ. സത്യം, ഓരോരുത്തന്മാർ എന്തോ അർത്ഥം വെച്ചാണ് കുത്തിട്ട് പോയത്. സ്ഥാനാർത്ഥിയുടെ ദേഷ്യം ഉണ്ടെങ്കിൽ അവനോട് തീർക്കണ്ടേ, നമ്മളല്ല കുത്തേണ്ടത്. എന്ത് കഷ്ടമെന്ന് ആലോചിക്കാൻ. എടാ, നിനക്കറിയാമോ, ഒരു സ്ഥാനാർത്ഥി വന്നിട്ട് എതിർ സ്ഥാനാർത്ഥിക്ക് കുത്തിയിട്ട് പൊക്കളഞ്ഞു. എന്നിട്ട് അവൻ എന്റെ അവന്റെ ഫോട്ടോ നോക്കി പറയുക, നിന്നെ കണ്ടതിന്റെ അന്നേ ഞാൻ വിചാരിച്ചതാ നിനക്കൊരു കുത്തു തരണമെന്ന്. അപ്പൊ അവന്റെ വോട്ട് പോയി. അവൻ പിന്നെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് കുഴപ്പമില്ല. പിന്നെ പോളിംഗ് എങ്ങനെ ഉണ്ടാ? പോളിംഗ് ഒക്കെ കുഴപ്പമില്ല. അതിനേക്കാളും വലിയ പോളിംഗ് അല്ലേ കുട്ടിയെങ്കിലും എലീനയും ഡയാനയൊക്കെ ഇവിടത്തെ പോളിംഗ്. മനസ്സിലായില്ല? ബ്രേക്ക് പറഞ്ഞു നോക്കണം. പോളിംഗ് ആണ്ട, കുട്ടിയകളിന്റെ മേശ കണ്ട, അതിന്റെ അടിയിൽ കൊട്ടക്കണക്കിനാ മിച്ചറും പക്കാവടെ അവിലോസിന്റെ ഒക്കെ മേടിച്ചു വെച്ചേക്ക. കവർ കണ്ട. എടാ, ഇലക്ഷന് മുമ്പ് ഒരുമിച്ചിരുന്നതാ. പോളിംഗ് പറ്റാത്തോണ്ട് മാറിയിരുന്നുള്ള പോളിംഗ് ആയി. അങ്ങനെ വേറെ കേസുണ്ട്. പോളും കൂത്തി ഇരുന്നപ്പോഴേ വോട്ടിടാൻ വന്ന ഒരാളുടെ പേര് പറഞ്ഞപ്പോഴേ ഞാൻ ഞെട്ടിപ്പോയടാ. ഏത് പേരടാ? സ്റ്റീഫൻ ദേവസി. സ്റ്റീഫൻ ദേവസി എന്ന് പറയുമ്പോ നീ ഞെട്ടണേതിന്? സ്റ്റീഫൻ ദേവസിയുടെ കയ്യിലിരിക്കണ കീറ്റാറും നമ്മൾ ഒരുപോലെയല്ലേ? വന്ന് ചന്നാ പിന്നാ കുത്തി ഈ പണിയും കത്തിച്ചത് വർക്കാവൂല്ല. എന്റെ ഭാഗ്യത്തിന് വന്നത് 75 വയസ്സുള്ള ഒരു ദേവസി, ഒരു സാധു മനുഷ്യൻ വന്നിട്ട് ഇങ്ങനെ നോക്കണേ എന്ത് ചെയ്യണമെന്ന്. ഇങ്ങനെ നോക്കിയിട്ട് എല്ലാത്തിനും കുത്തിയിട്ട് പോയടാ. അപ്പൊ അവ സാധു മനുഷ്യനല്ല, അവനാണ് അസാധു മനുഷ്യൻ. എന്നെ ഒന്ന് തുറന്നു വിടുവോ? ആരെ തുറന്നു വിടാൻ? എന്നെ ഒന്ന് തുറന്നു വിടുവോ? അതാ മഷിപ്പെണ്ണ് എങ്ങനെ വന്ന് ഇതിനകത്ത് കയറിയിട്ടുണ്ട്. അവൾ അവിടെ കിടന്ന് അലറി വിളിക്കുക, അവനെ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞു. മഷിപ്പെണ്ണ? ഓ, എന്തായാലും ഇങ്ങോട്ട് വരട്ടെ. അച്ചോടോ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇങ്ക എന്ന് പറഞ്ഞ കരയുവാണോ അതോ സ്വന്തം പേര് വെളിപ്പെടുത്തുവാണോ? അങ്ങനല്ല, ഞാൻ കരഞ്ഞതാ. എന്തിനാ നീ കരയണത്? ഒരു ഓഫീസർ ഉണ്ടല്ലോ, വീട്ടില് കൊച്ചിനെ കൊടുക്കാനെന്ന് പറഞ്ഞ് എന്നെ എടുത്തോണ്ട് പോയതാ. എന്നിട്ട് ഇവിടെ വെച്ച് മറന്നുപോയി. അല്ല, ഞാൻ ഒരു കാര്യം പറയട്ടെ, കാലം ഇത്രയും വളർന്നു, പിന്നെ മഷീരൊക്കെ വല്ല ആവശ്യമുണ്ട്? ചുമ്മാ കയ്യിലൊക്കെ തേച്ച് വല്ല കാര്യമാണ്. മഷീരടുത്ത് ദൂരെ കളയണം. ഒരാവശ്യമില്ല, വല്ല സീതാങ്ങനെ പതിപ്പിച്ച് വിട്ടാ മതി. മഷീന്റെ ആവശ്യമില്ല. അയ്യടാ, പിന്നെ ഈ വിരലിലോട്ട് എന്നെ എടുത്ത് ഇങ്ങോട്ട് തേച്ചൊരു വര വരയ്ക്കുമ്പോണ്ടല്ലോ, പല സ്ഥാനാർത്ഥികളുടെ തലവരെയാണ് മാറുന്നത്. അത് മാത്രവുമല്ല, ഈ ഒരു വര വരയ്ക്കുന്നത് കൊണ്ടുള്ള ഒരു ഗുണം, ഒരു കള്ളവോട്ടും വരൂല. കള്ളവോട്ടൊന്നും വരൂല. കന്നിവോട്ട് ചെയ്യാമെന്നുള്ള കൊച്ചു നിന്ന് കരയോ, എന്റെ വോട്ട് വേറെ ആരോ ചെയ്തിട്ട് പോയെന്ന് പറഞ്ഞു. കള്ളവോട്ട് വല്ല കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുവോ? കള്ളവോട്ട് നടന്നിരിക്കും. ഈ മഷി കേട്ട് ദൂരെ കളയേണ്ട സമയമായി. എന്തിനാണ് ഈ മഷി ഇങ്ങനെ കൈ തയ്ക്കണത്? അയ്യോ, മഷി പുരട്ടുന്നത് ഒരു സൂചനയാണ്. ഇതും പെരട്ടിക്കൊണ്ട് അവിടെ ചെന്ന് കുത്താൻ നിക്കൂലേ, അപ്പൊ നോക്കി കുത്തിയില്ലെങ്കിൽ ഈ ജയിപ്പിച്ച് വിടുന്ന സ്ഥാനാർത്ഥിയെ മഷി ഇട്ട് നോക്കിയാ പോലും കാണൂലാന്ന്. അങ്ങനെ
അത് മാത്രല്ല ഞാനിപ്പോ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് ട്രെൻഡിങ് അല്ലേ? ട്രെൻഡിങ് എന്ത് ട്രെൻഡിങ്? അയ്യോ സോഷ്യൽ മീഡിയയിലൊന്നും നിങ്ങൾ കാണാറില്ലേ? എന്താണ് ഇത് തേച്ചോണ്ട് എല്ലാരും ഇലക്ഷൻ തന്നെ. നിങ്ങൾ ഇട്ടോ, ഞാൻ ഇട്ടു. നിങ്ങൾ എങ്ങനെയുണ്ട് നിങ്ങളുടെ ഇലക്ഷൻ? കണ്ടിട്ടില്ലേ പോസ്റ്റുകള്? നിങ്ങൾ ഇടാൻ പോയോ? അതാണ് പറഞ്ഞത്, ഇത് തേച്ചോണ്ടപ്പോ ഞാനല്ലേ ട്രെൻഡ്. ഓരോരുത്തരെ പോസ്റ്റ് കണ്ടാ തോന്നുന്നു എവറസ്റ്റ് കൊടുപിടി കീഴടക്കിയിട്ട് വന്ന് നിൽക്കുവാണെന്നും. നോട്ടെ പോയി കുത്തിയിട്ടാ വന്ന് ഇങ്ങനെ എടുക്കുന്നേ ഞാൻ കണ്ടോന്നു. അത് നിൽക്കുന്ന കാര്യം പറഞ്ഞപ്പോഴാണ് ഈ സ്ഥാനാർത്ഥിമാര് ക്യൂ നിൽക്കും. എന്തിനാണ് സ്ഥാനാർത്ഥിമാര് ക്യൂ നിൽക്കുന്നത്? നേരെ കയറി വന്ന് വോട്ടിട്ട് പോയാ പോരെ? നിക്കണം, അവര് നിക്കണം, അവര് നിക്കണ്ടേ? അവരെ ജയിപ്പിച്ച് വിടുമ്പോഴേ ഓരോ കാര്യങ്ങളും നമ്മളെ നാട്ടിൽ നടക്കാൻ വേണ്ടി ജനങ്ങൾ അവരുടെ പുറകിൽ ക്യൂ നിക്കണം. അപ്പൊ അതിനേക്കാളും നല്ലതല്ലേ അവരിപ്പൊ ക്യൂ നിക്കണത്. ഓ അങ്ങനെ. അല്ലെങ്കിൽ ഈ ഇലക്ഷൻ വന്നിടുമ്പോ സ്ഥാനാർത്ഥികളുടെ ക്യൂ മാത്രമല്ല എക്സും വൈയും ഇസഡും ഒക്കെ നിൽക്കും. അങ്ങനെയൊക്കെ നിക്കും അവര്. നല്ല ചൂടുണ്ടല്ലേ? അല്ല എന്തിനാണ് ഇവര് ഈ ചൂടുള്ള സമയത്ത് ഇലക്ഷൻ വെക്കണത്? അതറിഞ്ഞൂടെ? അതായത് ഈ ഇലക്ഷൻ ചൂടുള്ള സമയത്ത് വെക്കണമെന്ന് അറിയാമോ? ഈ വോട്ടർമാരിങ്ങനെ ക്യൂ നിൽക്കും. ക്യൂ ഇങ്ങനെ നിൽക്കുമ്പോൾ നല്ല വെയിലാണ്. അപ്പൊ അവരെ മുഖത്തൊക്കെ വെയിലടിച്ച് കാറുത്തങ്ങ് കരിവാടിക്കും. നേരെ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്കും വോട്ടർ ഐ ഡിയിലെ ഫോട്ടോയും ഇവരും സെയിം ആവും. അത് ശരിയാണ്, അത് ശരിയാണ്. അല്ലെങ്കിൽ അല്ലെങ്കിൽ ഈ തിരിച്ചറിയൽ കാർഡിലെ ഫോട്ടോ ഇട്ടിട്ട് പെറ്റതള്ള പോലും തിരിച്ചറിയില്ല. ആ അവസ്ഥയാണ്. അതും ശരിയാണ്. ഈ തണുത്ത സമയത്ത് ഇലക്ഷൻ വെച്ച് കഴിഞ്ഞാൽ ഇലക്ഷൻ തണുത്തു പോവൂലേ? കിടന്ന് പറയും പോളിംഗ് ബൂത്ത് വരാം. ഈ ബൂത്തിന്റെ കാര്യം പറഞ്ഞാൽ ഞാൻ ഒരു കാര്യം ഓർത്തത്, ഈ ടെലിഫോൺ ബൂത്തും പോളിംഗ് ബൂത്തും തമ്മിലൊരു ബന്ധമുണ്ട്. അതായത് ഈ ടെലിഫോൺ ബൂത്തിലാണെങ്കിൽ കുത്തിയതിന് ശേഷമാണ് കുറ്റങ്ങളും കുറവുകളും പറയണത്. പക്ഷെ പോളിംഗ് ബൂത്തിലാണെങ്കിൽ കുറ്റങ്ങളും കുറവുകളും പറഞ്ഞിട്ടാണ് കുത്തണത്. അല്ലേ? നമ്മള് മൂന്നുപേരെ വേറെ ആരും ഇവിടെ ചിരിക്കുന്നുണ്ട്. അപ്പൊ ഇതിന് ചിരിക്കണത് അവൻ എന്നെ കാണുമ്പോ ഒരുമാതിരി ആക്കിയ ചിരിയടാ. ചോദിക്കാം. അങ്ങനെയുണ്ടാ? ഞാൻ ചോദിക്കാം വരട്ടെ. കത്തിനുള്ളിൽ വന്നൊരു കിന്നരിച്ചു പാടുവാനുള്ളിനുള്ളിൽ എന്തിനാ നമ്മളെ കാണുമ്പോ ഇങ്ങനെ ചിരിക്കണം? നിന്റെ മുഖത്തൊക്കെ എങ്ങനെ ചിരിക്കാതിരിക്കൂടാ? എടാ നിങ്ങളൊക്കെ കള്ളവോട്ടിന്റെ ആൾക്കാരല്ലടാ. കള്ളവോട്ട് ഞാനാണെങ്കിൽ ഫ്രഷ് വോട്ട്. എന്നിലൂടെ വോട്ട് ചെയ്യണമെങ്കിൽ വെയിൽ കൊള്ളണ്ട, മഷി അയച്ച് കൈ വൃത്തി കിടാക്കണ്ട, ക്യൂ നിൽക്കണ്ട. അതാണ് ഞാൻ വീട്ടിലിരുന്ന് മനസ്സിലാക്കണം നീ. പക്ഷെ വേറെ കേസുണ്ട്, ഏറ്റവും കൂടുതൽ വോട്ട് കുത്തുന്നത് നമ്മളെയാണ്. വോട്ട് കുത്തുന്നത് നിങ്ങളായിരിക്കും, പക്ഷെ ആദ്യം എണ്ണുന്നത് തന്നെയായിരിക്കും. ഒരു കാര്യം പറയട്ടെ, മിമിക്രിക്കാരാണ് ഏറ്റവും കൂടുതൽ ഡൂപ്പുകളെ കണ്ടുപിടിച്ചത് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ മിമിക്രിക്കാരല്ല, ഇവരാണ് ഏറ്റവും കൂടുതൽ ഡൂപ്പുകളെ കണ്ടുപിടിച്ചത്. എഴുതി വെച്ചേക്കണ കണ്ടില്ലേ കുറെ അപരന്മാരെ പടം. കേട്ടാ, അതേ പറഞ്ഞത് ശരിയാണ്. കൃഷ്ണൻകുട്ടി എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥി മത്സരിക്കാൻ നിൽക്കുമ്പോ ആ മണ്ഡലത്തിലുള്ള സകല കൃഷ്ണൻകുട്ടിമാരും മത്സരിക്കാൻ വരും. എന്നിട്ട് കൃഷ്ണൻകുട്ടി, കുട്ടിക്കൃഷ്ണൻ, കുട്ടിക്കുട്ടി, കൃഷ്ണൻ, പിന്നെ കുട്ടിക്കൃഷ്ണൻ, എന്തൊക്കെ പേരുള്ള ഒരു ക്രൂവും ഒരു ട്രീയും ഉണ്ടായിരുന്നാ മതി. മോളെ മുഷിക്കുപ്പി, അതായത് ഈ കഴിഞ്ഞ ദിവസേ വോട്ട് ചെയ്യാൻ വന്നപ്പോ നിന്നെ എടുത്തൊരു കാർ ഓടി എന്ന് പറഞ്ഞിട്ടില്ല, എന്താ സംഭവം? അയ്യോ, അത് ഞാൻ പറയാൻ മറന്നുപോയി. ഞാൻ അവിടെ ഇരിക്കുവല്ലേ, അപ്പൊ ഒരു തലയൊക്കെ നരയുള്ളൊരു അപ്പൂപ്പൻ വന്ന് വോട്ടിടാൻ വേണ്ടിട്ട് കൈ നീട്ടിയപ്പോഴത്തേക്കിന് ഈ മഷി എടുത്ത് ഇങ്ങനെ തേച്ചു കൊടുത്തു. തേച്ചത് എന്നെ എടുത്തൊരു ഒറ്റ ഓട്ടോയിലെ അപ്പൊ തന്നെ എല്ലാരും കൂടി അയാളെ പിടിച്ചിട്ട് എന്തിനു നിങ്ങൾ ഇത് എടുത്തോണ്ട് ഓടിയെന്ന് പറഞ്ഞപ്പോ പറയാ, എനിക്ക് വീട്ടിൽ ചെന്ന് ഡൈ ചെയ്യണമെങ്കിൽ ഞാൻ ആഴ്ചയിൽ ഡൈ ചെയ്യണം. ഇതാകുമ്പോ എനിക്ക് 6 മാസത്തെ ഗ്യാരണ്ടി കിട്ടുമല്ലോ എന്ന്. അങ്ങനെ സംഭവം ഇത് തേച്ചാലും മാച്ചാലും പോവില്ല, അത്ര ക്വാളിറ്റി ഉണ്ട് ഇതിന്. ഓ കേട്ടിട്ടില്ലേ പാട്ടോട്ടല്ലേ, തേച്ചാലും മാച്ചാലും ജീവചരിത്ര മനസ്സിന്ന് മായുകില്ല, ജീവചരിത്രമല്ല കയ്യിന്ന് മായുകില്ല, കയ്യിന്ന് മായുകില്ല. അടിച്ചേട്ടന്റെ പാട്ടാ, മണിച്ചേന്റെ പാട്ടാണ്. പക്ഷെ വേറെ കേസുണ്ട്, നമ്മളെല്ലാം നേരത്തെ വന്ന് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഈ പോസ്റ്റിലോട്ടാണെങ്കിൽ താമസിച്ചാണ് വന്നത്. നീ താമസിച്ചത്? അത് നേരത്തെ വന്ന് ഡയലോഗ് ഇല്ലാതെ പോസ്റ്റ് ആയി നിൽക്കണോണ്ട് ഞാൻ അവിടെ നിന്ന് ഫേസ്ബുക്ക് പോസ്റ്റ് കളിക്കായിരുന്നു. ഓ അങ്ങനെ. പക്ഷെ ഞാൻ ഒരു കാര്യം പറയും, നമ്മളൊന്നും അല്ല പോസ്റ്റ് ആവണം. ഈ പോസ്റ്റ് ആവുന്നത് ജനങ്ങളാണ്. 9-ാം തീയതി ഇലക്ഷൻ കഴിഞ്ഞു, 4-ാം തീയതി റിസൾട്ട് വരുന്നത്. അതുവരെ ജനങ്ങൾ പോസ്റ്റ് ആയിട്ടിരിക്കുക അല്ലേ? നിങ്ങൾ ഓർത്ത് വെക്കണം, നമ്മൾ പോസ്റ്റ് ആയിട്ടിരിക്കണം. അല്ല, ഇത് ആര് ജയിക്കുമായിരിക്കും? ഞാൻ ഒരു കാര്യം പറയാം, ആര് ഭരണത്തിൽ വന്നാലും
ജനങ്ങൾക്ക് നല്ലത് പറയണം. അതാണ് ഞങ്ങളുടെ ആഗ്രഹം. അതെ, ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം. അത് മാത്രമല്ല, പ്രകടനം പത്രികയിൽ മാത്രം പോരാ, പ്രവൃത്തിയിലും വേണം. ഇല്ലെങ്കിൽ അടുത്ത 5 വർഷം കഴിയുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഒരു വര കൂടി വരും. അതെ അതെ അതെ. അതെ, അതുകൊണ്ട് പറയാണ്, തെരഞ്ഞെടുപ്പിന് മത്സരിച്ച എല്ലാ സ്ഥാനാർത്ഥികൾക്കും ഞങ്ങളുടെ വക വിജയാശംസകൾ.